അങ്ങനെ നമ്മുടെ ദേവിക്ക് ഡൈവേഴ്സ് നോട്ടീസ് കിട്ടുന്നുണ്ട് കയ്യിൽ. അവളാണെങ്കിൽ ആകെ തളർന്ന അവസ്ഥയിലാണ്, ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ്. എന്തായാലും അവളുടെ അമ്മയോടും അച്ഛനോടും ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്തായാലും അവസാനം നമ്മുടെ ശ്രീകല പറയുന്നത് ദേവിയോട് ഉള്ളിൽ പോയി ഇരിക്കാൻ പറയുന്നത്, ഞങ്ങൾ ഈ കാര്യത്തിൽ തീരുമാനം എടുത്തോളാം, ഞങ്ങൾ എന്താ വേണ്ട വെച്ചാൽ ചെയ്തോളാം, നീ മര്യാദയ്ക്ക് ഇപ്പോൾ ഉള്ളിൽ പോയി ഇരിക്കുമെന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ ദേവി ഉള്ളിൽ പോയി ഇരിക്കുന്നത്. നമ്മുടെ ശ്രീകലയും ഉദയഭാനും കൂടി ആനന്ദിനെ കാണാൻ പോകേണ്ടത്. എന്തായാലും ആനന്ദ് വരുന്ന വഴിയിൽ അവർ തടയുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതെന്താന്ന് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾക്ക് അറിയില്ലേന്ന് നമ്മുടെ ആനന്ദ് ചോദിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ശ്രീകല പറയുന്നുണ്ട്, ഇത് അങ്ങനെ അങ്ങോട്ട് അയച്ചാൽ ഞങ്ങളെന്താ നിന്നെ വെറുതെ വിടുമെന്ന് വിചാരിച്ചാൽ, ഞങ്ങൾ എന്നെ ഒരിക്കലും വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്നത്. എന്തായാലും ആനന്ദ് പറയുന്നത് നിങ്ങൾ നിങ്ങളെ പണി നോക്കിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആനന്ദ് പോകുന്നുണ്ട്. എന്തായാലും ശ്രീകല പറയുന്നുണ്ട്, നിനക്ക് ഞാൻ അങ്ങനെ ഡൈവേഴ്സ് തരാൻ ഉദ്ദേശിക്കുന്നില്ല, നിന്നെ കൊണ്ട് പറ്റണത് ചെയ്യുന്നൊക്കെ പറയുന്നത് അവൻ പോണം പോക്കിൽ. എന്തായാലും അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഉദയഭാനും പറയുന്നത്, നീ ഒന്നും മിണ്ടാതിരിക്കും ശ്രീകല, തെളിവൊക്കെ അവൻ്റെ ഭാഗത്താണ്, അവരുടെ ഭാഗത്തെ കോടതി നിൽക്കുള്ളൂ, കാരണം നമുക്കെതിരെ തെളിവുണ്ട്. ഞാൻ അന്ന് ഗോമതി സ്റ്റോറിൽ നിന്ന് പൈസ എടുത്തതിൻ്റെ വീഡിയോ ഒക്കെ അവൻ്റെ കയ്യിലുണ്ട്, അതൊക്കെ അവർ കോടതിയിൽ ഹാജരാക്കിയാൽ ഞാൻ ഉള്ളിൽ പോയി കിടക്കും, എന്തായാലും അവരുടെ ഭാഗത്തെ കോടതി നിൽക്കും, നീ ഒന്നും മിണ്ടാതിരിക്കുകയെന്ന് പറയണേ. എന്തായാലും നമ്മുടെ ശ്രീകലയാണെങ്കിലോ വെറുതെ ദേഷ്യപ്പെട്ടിട്ട് തന്നെ റോട്ടിൽ കൂടെ പെറുപ്പെറും തന്നെ പറഞ്ഞിട്ട് പോകണമുണ്ട്. പിന്നെ കാണിക്കേണ്ടത് എന്തായാലും നമ്മുടെ ദേവി ആനന്ദിനെ വിളിക്കേണ്ട, ഒരുപാട് പ്രാവശ്യം വിളിക്കേണ്ട, ആനന്ദാണെങ്കിലും ഫോൺ തന്നെ എടുക്കേണ്ട. നമ്മളെ ദേവിയാണെങ്കിൽ ആകെ തളർന്ന അവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.